ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8130623770. വയനാട് ടൗൺഷിപ്പ് കഥ തുടരുന്നു. സൈന്യത്തിൻ്റെയും അതേപോലെ തന്നെ പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും എല്ലാവരുടെയും സഹായവും കൂടാതെ സന്നദ്ധ സംഘടനയുടെ സഹായവും ഉപയോഗിച്ചുകൊണ്ട് വയനാട് ദുരന്തത്തിൽ പെട്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം ശേഖരിച്ച് കണ്ടെത്തിയ വ്യക്തികളെ ബന്ധുക്കൾക്കും ബാക്കിയുള്ള മൃത ശരീരങ്ങളും ശരീരഭാഗങ്ങളും പൊതു ശ്മശാനത്തിലും അവിടെ അടക്കം ചെയ്തു. അത്തരം ഒരു സന്ദർഭത്തിൽ വ്യത്യസ്ത മതക്കാരുടെ അന്ത്യകർമ്മങ്ങളും അവിടെ നഷ്ടപ്പെടുകയുണ്ടായി. അങ്ങനെ വളരെ അധികം മൃതദേഹങ്ങൾ ഇത്തരത്തിൽ അവിടെ അടക്കം ചെയ്തു. ആ ഒരു സ്ഥലം വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മയായി നിർത്തുന്നതിനും അവർ തീരുമാനിച്ചു. അങ്ങനെ ഉള്ള സംഭവങ്ങൾക്ക് ശേഷം ഇനി അടുത്തതായി ക്യാമ്പുകളിൽ സ്ഥിതി ചെയ്യുന്ന വ്യക്തികൾക്കായി താൽക്കാലികമായ ഒരു വാസസ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ നടത്തുവാനായി ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വലുതായിട്ടുള്ള തുക രജിസ്റ്റേർഡ് സംഘടനകൾ മാത്രമേ കൈകാര്യം ചെയ്യുവാൻ പാടുകയുള്ളൂ എന്ന ഒരു നിബന്ധനയും നിയമമായി കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെയുള്ള വളരെയധികം മുൻകരുതലോടുകൂടിയാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4800 പരം ജനങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. അവർക്കായി താൽക്കാലിക വാസസ്ഥലം ഒരുക്കുന്നതിനായി മുന്നോട്ട് വന്നപ്പോൾ അവരുടെ മുന്നിലുണ്ടായിരുന്ന പരിഹാരമാർഗം ഒഴിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ഫ്ലാറ്റുകളോ വീടുകളോ അതേപോലെ തന്നെ ഗവൺമെൻറ് അധീനതയിലുള്ള സ്ഥലങ്ങളോ എല്ലാം വൃത്തിയാക്കി അവിടെ താൽക്കാലികമായി ഒരു വാസസ്ഥലം ഒരുക്കുക എന്നുള്ളതാണ്. അതിലെ തുടക്കമെന്നോണം 4800 ദുരിതാശ്വാസ ക്യാമ്പിൽ
താമസിക്കുന്ന വ്യക്തികൾക്ക് 10,000 രൂപ വീതം നൽകുന്നതിനുള്ള ഒരു തീരുമാനവും ഉണ്ടായി. അടിയന്തരമായ ആവശ്യങ്ങൾക്കാണ് ഈ തുക നൽകുന്നത്. പിന്നീട് അവർക്ക് 300 രൂപ വെച്ച് എല്ലാ ദിവസവും അവരുടെ ചിലവിലായി തുക നൽകാം എന്നുള്ള തീരുമാനവും ഉണ്ടായി. ഇങ്ങനെ ഈ വാസസ്ഥലം നഷ്ടപ്പെട്ടവർക്ക് ബാങ്ക് ലോണുകളും ഉണ്ടായിരുന്നു. മൊറട്ടോറിയം പ്രഖ്യാപിച്ച് 1 വർഷത്തിന് ശേഷം ഈ ബാങ്ക് ലോണിൻ്റെ തിരിച്ചടവ് നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനവും